നമസ്കാരം. ലോകം ശ്വാസമടക്കി പിടിച്ച ഒരു പ്രഖ്യാപനമായിരുന്നു അത്. അമേരിക്കയും ഇറാനും തമ്മിൽ രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ. ഒരു നിമിഷം ഭൂമിയിലെങ്ങും സമാധാനത്തിന്റെ കാറ്റ് വീശിയെന്ന് തോന്നി. പക്ഷേ ആ നിശബ്ദതയ്ക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒടുവിൽ പറഞ്ഞു, ഇതൊരു യുദ്ധത്തിന്റെ അവസാനമല്ല, മറിച്ച് ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു ഇടത്താവളം മാത്രം. സത്യത്തിൽ US ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഇസ്രായേലിന് കടുത്ത അതൃപ്തിയാണെന്ന് പറയാം. ഇറാനുമായുള്ള രണ്ടാഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ യുദ്ധത്തിന്റെ അവസാനമല്ലെന്നും ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള പാതയിലെ ഒരു ഇടത്താവളം മാത്രമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെക്കുമ്പോൾ യുദ്ധം അവസാനിക്കുന്നില്ല എന്ന് അർത്ഥം. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന് പുറത്തെത്തിക്കുക എന്ന പ്രധാന ലക്ഷ്യം ഒന്നുകിൽ നയതന്ത്രത്തിലൂടെയോ അല്ലെങ്കിൽ സൈനിക ശക്തിയിലൂടെയോ നടപ്പിലാക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു. ഇസ്രായേലും അമേരിക്കയും ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. സൈന്യം ഏത് നിമിഷവും യുദ്ധത്തിലേക്ക് മടങ്ങാൻ സജ്ജമാണെന്നും തങ്ങളുടെ വിരൽ ട്രിഗറിൽ തന്നെയാണ് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഫെബ്രുവരി 28-ന് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ലയൺസ് റോർ, ഓപ്പറേഷൻ ഗിഡിയൻസ് സ്വാർഡ് എന്നിവ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇറാൻ ഇതിനോടകം തന്നെ ആണവായുധങ്ങൾ നിർമ്മിക്കുമായിരുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു. ഇറാന്റെ മിസൈൽ ശേഖരം മാത്രമല്ല, അവ നിർമ്മിക്കാനുള്ള ശേഷിയും തകർക്കപ്പെട്ടുവെന്ന് നെതന്യാഹു കൂട്ടിച്ചേർത്തു. മാത്രമല്ല, യുറേനിയം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളിലാണ് ഇപ്പോൾ ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ യുദ്ധം മുറുകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ശക്തിയെ വിളിച്ചോതുന്ന മറ്റൊരു വാർത്തയും ഇതിനോടൊപ്പം തന്നെ പുറത്തു വരികയാണ്. ഹിസ്ബുള്ള തലവൻ നയീം ഖാസിമിന്റെ അനന്തരവനും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയുമായ അലി യൂസഫ് ഹർഷിയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം. ബെയ്റൂട്ടിലെ തല്ലേറ്റ് ഖയാത്ത് മേഖലയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹർഷി കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതിന് ശേഷമാണ് നയീം ഖാസിം ഹിസ്ബുള്ളയുടെ തലവനായി ചുമതലയേറ്റത്. നയീം ഖാസിമിനെ തന്നെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച് ഹിസ്ബുള്ള ഇതുവരെ ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും തന്നെ നൽകിയിട്ടില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ലെബനനിൽ ഉടനീളം 100 കേന്ദ്രങ്ങളിൽ ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 254 പേർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1165-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ എറ്റേണൽ ഡാർക്കസ് എന്ന് ഇസ്രായേൽ പേരിട്ടിരിക്കുന്ന ഈ സൈനിക നടപടിയിൽ 100-ലധികം വ്യോമാക്രമണങ്ങളാണ് 10 മിനിറ്റിനുള്ളിൽ നടന്നത്. ബെയ്റൂത്ത്, സിഡോൺ, ഡയർ, അതുപോലെ ബിബ താഴ്വര എന്നിവിടങ്ങളിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലാണ് ആക്രമണം ഉണ്ടായത്. എന്നാൽ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട ആയുധ സംഭരണ കേന്ദ്രങ്ങളും നിർമ്മാണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നു. ആക്രമണത്തിൽ ലെബനൻ സർക്കാർ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആക്രമണത്തെ ശക്തമായി തന്നെ അപലപിച്ചു. ലെബനന് നേരെയുള്ള ആക്രമണം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയും ചെയ്തിരുന്നു.